വോട്ട് ചെയ്യണമെന്ന് അറിയാമല്ലോ അത്. അപ്പൊ അവനൊക്കെ ചെയ്യണത് തെറ്റാണ്. ഇപ്പൊ കണ്ടമാനാണ് ഇപ്പോഴാണ് ആളുകൾ പ്രതികരിക്കുന്നത്. വോട്ട് പിടിക്കാൻ അല്ലാണ്ട് എന്തിട്ട്. നമസ്കാരം, പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. നവോത്ഥാനം എന്ന പേരിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച CPM ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഇതെല്ലാം ചെയ്യുന്ന അവർ തന്നെയല്ലേ, അവർ ചെയ്യണം മാത്രമല്ല ഇവിടെ നടക്കുന്നുള്ളൂ. അത് നടക്കട്ടെ. പറയാനും മാറ്റം വരും, ഒരു മാറ്റം തന്നെയില്ല. എന്തിനു പ്രതിഷേധിക്കാൻ അവിടെ പോയി പ്രതിഷേധിക്കാൻ? അടുത്ത ആൾക്കാർ തല്ലുമല്ലോ. എൻ്റെ ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ പോകുന്നില്ല. അവരെന്തൊക്കെ കാണിച്ചു കൊടുക്കണം, അവർ ഓരോ കാര്യങ്ങൾ പറക്കാൻ അടുത്തടുത്ത കാര്യങ്ങൾ. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണിക്കുന്നത് ശരിയായ ഇതല്ല. ഇനി പലർക്കും മുസ്ലിം തങ്ങന്മാരുടെ ക്രിസ്ത്യൻ തങ്ങന്മാരുടെ അങ്ങനെ കുറെ ഇത് നടത്തല്ല. അതൊന്നും ശരിയായ രീതിയല്ല. പിണറായി സർക്കാർ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിയതും. ഈ അയ്യപ്പ സംഘം സ്ത്രീകൾ കയറ്റാതെ കയറ്റിയത് അവസാനമല്ല. ആദ്യം അവർ എതിർപ്പായിരുന്നില്ലേ, ആദ്യം ഇവരായിരുന്നു എതിർപ്പ്. അത് കഴിഞ്ഞ് കോടതി ചെന്നപ്പോഴാണ് ഇത് എതിർപ്പൊക്കെ മാറി മാറി ഓരോരുത്തരുടെ ഇലക്ഷൻ്റെ ഇതിനു വേണ്ടി അവരവരുടെ നിലപാട് മാറ്റണം. അത്രേ ഉള്ളൂ. ആ വോട്ട് ചെയ്യണമെന്ന് അറിയാമല്ലോ അത്. ഇങ്ങനെ ഓരോ സംഘം ഉണ്ടാക്കിയാൽ പിന്നെ മുസ്ലിം സംഘം ഉണ്ടാക്കിയിട്ട് അവർ വോട്ട് ചെയ്യണം നോക്കും. ക്രിസ്ത്യാനികൾ അവരും നിൽക്കുകയാണെങ്കിൽ അവരും ഇങ്ങനെ ഒരു സംഘം ഉണ്ടാകും. ദൈവവിളി സംഘമോ അങ്ങനെ എന്തെങ്കിലും വിളി സംഘമോ നടത്തും. അതേ വോട്ട് ചെയ്യണ ആളാണ്. വോട്ട് നേടാനുള്ള നേട്ടം തന്നെയാണ് അത്. തർക്കിച്ചൊന്നും പറയണമെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഇപ്പം കാർഡ്, ഇപ്പം നമ്മുടെ AY കാർഡ്, മറ്റുള്ള കാർഡുകളൊക്കെ മഞ്ഞക്കാർഡിന് മാത്രം കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കിറ്റൊക്കെ കൊടുത്തപ്പോൾ സർക്കാർ ആളുകൾക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു കാർഡിന് മാത്രം, മഞ്ഞ കാർഡിന് മാത്രം ഫ്രീ ആയിട്ടുള്ളൂ. അതൊന്ന് ഇപ്പം ഇത് നടത്തുന്നത് വെച്ചാൽ ഇപ്പം ഗവൺമെൻറ് ആളുകൾ വിചാരിക്കും സർക്കാർ നല്ലതാണെന്ന് പറഞ്ഞാൽ വോട്ട് തട്ടാനുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെ. മറ്റേതും അതെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതും അതെ. ഇതൊക്കെ കുറേയൊക്കെ സർക്കാരിൻ്റെ പേരിൽ കുറേയൊക്കെ തെറ്റുകളുണ്ട്, കണ്ടമാനം തെറ്റുകളുണ്ട്. സർക്കാരിന് ഇഷ്ടംപോലെ തെറ്റുകളുണ്ട്. കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിലൊന്നും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയാണ് സർക്കാർ. ഇപ്പോൾ പക്ഷെ ഭയങ്കരമായ തെറ്റുകളുണ്ട് സർക്കാരിന്. മന്ത്രിമാർ തന്നെ പല തെറ്റുകളും ചെയ്യണം. ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ആണില്ല അല്ലേ. ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത് അല്ലേ. ഒരു പയ്യനെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്, അത് ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, അപ്പോൾ അവനൊക്കെ ചെയ്യണത് തെറ്റാണ്. ഇപ്പോൾ കണ്ടമാനാണ് ഇപ്പോഴാണ് ആളുകൾ പ്രതികരിക്കുന്നത്. മിക്കവരും ഇപ്പോൾ ചാനലിലൊക്കെ ചർച്ച ചെയ്യുന്നതും പ്രശ്നങ്ങൾ പറയുന്നത് ഇപ്പോഴാണ്, ഈ സമയത്താണ്. അതേവരെയൊക്കെ ആരും മിണ്ടിയില്ല. ഇവൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും മിണ്ടിയേക്കുന്നത്. പോലീസിൻ്റെ ഉണ്ട്. പോലീസ് ഇപ്പോൾ സെഷനിൽ നമ്മൾ ഇപ്പോൾ കോടതി പറയുന്നതൊന്നും പോലീസ് കേൾക്കാറൊന്നുമില്ല. അവർക്കും രാഷ്ട്രീയമുണ്ട്. പല രാഷ്ട്രീയക്കാരുണ്ട് അതിനകത്ത് പോലീസിൽ. ക്രിമിനലുകൾ ഇഷ്ടം പോലെയൊക്കെ ഇവിടെ ക്രിമിനലും ഉണ്ട് പോലീസിൽ. അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം എനിക്ക് പബ്ലിക്കായിട്ട് പറയുന്നത് എനിക്ക് കുഴപ്പമാണ്. എന്നൊക്കെ കൊല്ലൊന്നുമില്ലാരും. ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നു. ഞാനിവിടെ പാസഞ്ചേഴ്സിൻ്റെ പ്രസിഡൻ്റാണ്. ഈ ഫോർട്ട് മട്ടാഞ്ചേരി ബോട്ട് സർവീസിൻ്റെ പാസഞ്ചേഴ്സ്. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് പറഞ്ഞുള്ളൂ. ഓക്കെ. പിന്നീടാണ് നമുക്ക് തിരിച്ചു പറയാൻ വല്ലതുണ്ട്. ഇതേ കാര്യം ഇവർക്ക് മറ്റുള്ള നമ്മൾ പറയാൻ പാടില്ല. ജാതി മതം നമുക്കില്ല. ഇവർക്ക് മറ്റുള്ളടത്തും കൊണ്ട് കയറ്റി കൂടെ. മുസ്ലിങ്ങളിൽ ഒരാളും കയറ്റിണ്ടാകും. അതിൻ്റെ പിന്നാലെ പോയിക്കൂടെ. തെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കുന്നത് അറിയില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ ഇവരൊരു ഓരോ മനുഷ്യന്മാർക്ക് അവരുടേതായ ഒരു എന്നിട്ട് പറയാ മനസ്സുകൊണ്ടൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഞാനായാലും നിങ്ങളായാലും രാഷ്ട്രീയത്തിൽ പോയി പിന്നെ അതിൻ്റെ ആ ഒരു ഒഴുക്കിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ പോണത് തെറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ബോധ്യമാവും. പിന്നെ അല്ലാണ്ട് അതിക്കപ്പുറം എന്തെങ്കിലും പറയണ്ട. അന്നൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടി. നിങ്ങൾ മറ്റേ റിപ്പോർട്ടർമാരാണോ? നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് എല്ലാം ഉണ്ടാവില്ല. അത് നിങ്ങളൊന്നും എടുത്ത് നോക്ക്. ഞാൻ ഹിന്ദു എന്നൊന്നും പറയല്ല. ഞങ്ങൾ ഈ പള്ളിയിൽ പോവും, എല്ലാം പോവും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ ഇരിഞ്ഞാടക്കാരനാണ്. ഞങ്ങളുടെ നാട് അങ്ങനത്തെ ഒരു നാടാണ്. കുടമണിക്ക് അമ്പലം, തൃശ്ശൂർ പൂരം, അതേപോലെ ഞങ്ങളുടെ ഇരിഞ്ഞാട പള്ളി. എൻ്റെ മക്കൾ ഇരിഞ്ഞാട പള്ളി പെരുന്നാളിന് 50 തീർഥാൻ്റെ വീട്ടിൽ നിന്ന് പോണതാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നുമില്ല. കുറേയൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഇതിപ്പോൾ വോട്ട് പിടിക്കാൻ അല്ലാണ്ട് എന്തിട്ട്. ഇന്നിപ്പോൾ നിങ്ങളുടെ ഏത് ചാനലായാലും എന്തിട്ടായാലും എടുത്തു കഴിഞ്ഞാൽ എന്തിട്ടാ കാണണേ? ഹിന്ദുക്കളുടെ കൂട്ടായ്മയല്ലേ കാണുള്ളൂ. അപ്പോൾ പേടിയുണ്ടാവണമല്ലോ. നമുക്ക് ചോദിക്കാൻ പറഞ്ഞാൽ ജാതി മതമല്ല, ഒരു മനുഷ്യൻ്റെ വികാരമാണ് സ്വാമി. അത് തല്ലിക്കിടത്ത അതിനൊക്കെ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു ദൈവത്തിന് സ്വന്തം അച്ഛനമ്മോടും ചെയ്യാനായിട്ട് നമ്മൾ കണ്ട 2 ദൈവങ്ങൾ അച്ഛനമ്മയാണ്. കാണാത്ത ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു ഈശ്വരനായാലും അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒന്നരാത്ത പോലീസുകാർ. ഞാനായാലും ഒരു രാഷ്ട്രീയക്കാരനാണെന്നില്ല, അത് പറഞ്ഞ് കേൾക്കേണ്ടി വരും. അവർക്ക് നല്ല സാറന്മാരുണ്ടായില്ല, അവർക്ക് തിരിച്ചു എന്നിട്ട് പറയാ
ബൈ ഓർഡറിന് എന്തൊക്കെ പറയില്ലേ, വലിയ ഉദ്യോഗസ്ഥൊന്നുമില്ല എന്നാലും പറയുന്നത് അത് അവർ ഓർഡർ അനുസരിച്ച് അത്രേ ഉള്ളൂ. ഇത് വോട്ട് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും പറഞ്ഞോട്ടെ, ഇതിൽ എന്തിട്ട് നോക്കിയാണുള്ള വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ അധികം കാണുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് കാണിക്കുന്നത്. കാരണം നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ഇല്ലായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അതിനകത്ത് വേറെ രാഷ്ട്രീയ അടുത്ത വോട്ട് വരികയല്ലേ. അതങ്ങനെ തന്നെയാണല്ലോ, അതങ്ങനെ തന്നെയാണ്. അല്ല അത് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത രാഷ്ട്രീയ ആണല്ലോ CPM-ൻ്റെത്. അത് നമ്മൾ കണ്ടിട്ടുള്ളല്ലേ, കുറെ അയ്യപ്പന്മാരെ ചതച്ച് കൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെതൊക്കെ കാര്യം തന്നെയാണ്. തെറ്റായ തീരുമാനം വോട്ട് പിടിക്കാനുള്ള തന്ത്രമായിട്ടാണ് അവർ സുപ്രീം കോടതിയിൽ അത് തിരുത്തിയിട്ടില്ലല്ലോ. അതിന്റെ